സ്നേഹമാതിവിശേഷം എത്രമോദം താൻ സ്നേഹിക്കുന്നു 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 എത്രമോദം താൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നെന്നെയും. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വളർച്ചയില്ലാത്തടത്ത് മരണമുറ്റ്. ആത്മിക ജീവിതത്തിലും വളരുന്നില്ല എങ്കിൽ മരിക്കും. വിശ്വാസി ആത്മിക അനുഭവത്തിൽ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കണം. വളരുന്നതിന് എന്തു ചെയ്യണം? ഒരു വൃക്ഷമോ ചെടിയോ വളരണമെങ്കിൽ അതിന് മണ്ണുമായി നല്ല ബന്ധം ഉണ്ടായിരിക്കണം. അതേ വിധത്തിൽ വിശ്വാസ ജീവിതത്തിൽ വളരുന്നതിന് യേശുക്രിസ്തുവുമായി ബന്ധമുണ്ടായിരിക്കണം. യോഹന്നാൻ 15:5 കർത്താവ് പറയുന്നത്, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. നാം യേശുവിലായി തീരുകയും യേശുവിൻ്റെ ജീവൻ നമ്മിലേക്ക് പകരപ്പെടുകയും ചെയ്തു എങ്കിൽ മാത്രമേ വളരുവാനും നമ്മിൽ ഫലം കായ്ക്കുവാനും കഴിയൂ. 2 കൊരിന്ത്യർ 5:17 പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരു ചിത്രശലഭത്തിൻ്റെ സമാധികാലം വളരെ പ്രധാനപ്പെട്ടതാണ്. സമാധിയിലിരിക്കുന്ന പുഴു അഥവാ പ്യൂപ്പ ഈ സമയമാണ് ചിത്രശലഭമായി രൂപപ്പെടുന്നത്. സമാധി ദിശയിൽ പുഴു അതിൻ്റെ കൂടിനുള്ളിൽ പരിപൂർണ സമർപ്പണത്തിൽ ആണ്. ക്രിസ്തുവിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നവർക്ക് മാത്രമേ പുതിയ സൃഷ്ടിയായി രൂപപ്പെടുവാൻ കഴിയും. പുഴു ചിത്രശലഭമായി രൂപപ്പെടുമ്പോൾ അതിൻ്റെ എല്ലാ പഴയ സ്വഭാവവും മാറുന്നു. അതുപോലെ പൂർണ്ണ സമർപ്പണത്തിലൂടെ പുതിയ സൃഷ്ടിയാകുമ്പോൾ നമ്മിലുള്ള പഴയ സ്വഭാവം മാറി ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ ആയിത്തീരുന്നു. എന്താണ് യേശുക്രിസ്തുവിൻ്റെ ഭാവം? ഫിലിപ്പിയർ 2:6 അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളേണം എന്ന് വിചാരിക്കാതെ തന്നെ താൻ താഴ്ത്തി. അതായത് താഴ്മ എന്ന ഭാവം യേശുവിൽ ഉണ്ടായിരുന്നു. അന്ത്യതാഴത്തിൽ അവൻ ശിഷ്യന്മാരുടെ കാൽ കഴുകി ദാസ ശുശ്രൂഷ ചെയ്തു. ദാസനായി തീർന്ന കർത്താവായിരിക്കണം നമ്മളുടെ മാതൃക. ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാനാണ് ഞാൻ വന്നത് എന്ന കർത്താവ് പറയുന്നത് മത്തായി 20:28. ഒരു യജമാനനായി ഉയർന്ന സ്ഥാനത്തിരുന്ന് ആജ്ഞാപിച്ച് മറ്റുള്ളവരെ കൊണ്ട് വേല ചെയ്യിപ്പാൻ കർത്താവ് തയ്യാറായില്ല. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, മഹാനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ശുശ്രൂഷക്കാരൻ ആകണം. മത്തായി 20:25-26 വാക്യങ്ങൾ. കർത്താവിൻ്റെ ഈ മഹനീയ മാതൃകയാണ് ഓരോ വിശ്വാസിക്കും വേണ്ടത്. തന്നെത്താൻ താഴ്ത്തിയ യേശുവിനെ ദൈവം ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിനും മേലായ നാമം നൽകി. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ അവൻ്റെ മുൻപിൽ മടങ്ങി. ഫിലിപ്പിയർ ലേഖനം 2:9-11 വരെ. താഴ്മയുടെ അനുഭവത്തിലായിത്തീരുമ്പോൾ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനായി തീരുവാൻ കഴിയൂ. മത്തായി 18:3-4 വാക്യങ്ങൾ. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്നവർക്ക് ധനവും മാനവും ജീവനും ലഭിക്കും. സദശിവാക്യം 22:4. യേശുവിനുള്ള രണ്ടാമത്തെ ഭാവമാണ് ക്ഷമ. കർത്താവിൻ്റെ ക്ഷമയുടെ പ്രകടമായ വെളിപ്പെടുത്തലാണ് കാൽവറിയിൽ കാണുന്നത്. ക്രൂശിലെ കഠിനമായ വേദനയുടെ അനുഭവത്തിൽ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത്. ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് നമ്മളുടെ പാപം ക്ഷമിച്ചു കിട്ടുന്നതിനുള്ള മുൻ വ്യവസ്ഥയാകുന്നു എന്നാണ്. ഓരോ ദൈവ പൈതലും ഈ സ്വഭാവം ഉള്ളവരായിരിക്കണം. കൊലോസ്യർ 3:12-13 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്, അന്യോന്യം പൊറുക്കണം, വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കണം, കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ നാമും ചെയ്യണം. ദൈവം ക്ഷമിക്കുക മാത്രമല്ല മറക്കുകയും ചെയ്യുന്നു. അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും
ഞാനിനി ഓർക്കയില്ല എന്ന എബ്രായർ 10:17 വാക്യത്തിൽ വായിക്കുന്നത്. കർത്താവ് ക്ഷമിക്കുന്നു, മറക്കുന്നു. നമ്മൾ ക്ഷമിക്കും, പക്ഷെ മറക്കില്ല. വിശ്വാസി ക്ഷമിച്ചാൽ മാത്രം പോരാ, മറക്കുവാനും തയ്യാറാകണം. കല്ലേറ് കൊല്ലുമ്പോൾ സ്തെഫാനോസ് പ്രാർത്ഥിച്ചത്, കർത്താവേ, ഇവരുടെ പാപം നിർത്തരുതേ, ഓർക്കരുതേ എന്ന. അപ്പോസ്തലപ്രവൃത്തി 7:60. കർത്താവ് ക്ഷമയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു പടി കൂടി മുൻപോട്ട് പോകുന്നുണ്ട്. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. മത്തായി 5:44. ദൈവവിളി കേട്ട് അവൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന നമ്മിലുണ്ടായിരിക്കേണ്ട ജീവിതശൈലി യേശുക്രിസ്തുവിൻ്റെ ശൈലി തന്നെയായിരിക്കണം. യേശുവിനുണ്ടായിരുന്ന താഴ്മ, ക്ഷമ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇവ നമ്മിലുണ്ടാകുമ്പോൾ ഇന്ന് ഉണ്ടാകുന്ന അനേക പ്രശ്നങ്ങൾ പരിഹരിപ്പാൻ കഴിയും. അതോടൊപ്പം നമ്മുടെ ആത്മീക ജീവിതത്തിന് വളർച്ചയും ഉണ്ടാകും. കർത്താവെ, നീ കാണിച്ചു തന്ന മാതൃകയെ പിന്തുടർന്ന് ആത്മീക വളർച്ചയുടെ ഉന്നത പടിയിലെത്തിച്ചേരുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. തന്നെ ഞാൻ മറന്നു